അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100-ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയിലെ ഒരു അത്ഭുതമാണ് കിരീടമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ ഓർക്കുന്നു, എല്ലാവരെയും. ലൂഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ അന്നും ഞാനും പാർവതിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി, ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, കൈതപ്പുറം സാർ, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഇരിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒന്നും ഒരു റെസ്റ്റോറേഷനൊന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ, നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കാം. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. അപ്പോൾ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈ സമയത്തത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. അത് കഴിഞ്ഞ് 10-ലാണ് മാർക്കിടുന്നത്. 10 അല്ലെങ്കിൽ 100-ലാണ് മാർക്കിടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100-ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡും. അതുപോലെ അടുത്തത് ഭരതം, അന്നും നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. സിബി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതിലെ ഗാനം, ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം, പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൈതപ്പുറം സാർ, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിരീടം. അത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം
ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ജഗദീഷ് ആരോടും പറയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യം പറയാമെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാൾ തന്നെ പോയിട്ട് 2 ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പം അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താര് 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ, എന്നിട്ട് അതെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യങ്ങളുണ്ടെങ്കിൽ ജഗദീഷിനോടും പിന്നെ മണിയമ്പിള്ള രാജുവിനോടും പറയാം. എന്തായാലും ആ സൗഹൃദം ഇന്നും നിൽക്കുന്നു. കിരീടം ഉണ്ണിയായാലും ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ കിരീടം പാലം ഒരു സിനിമയുടെ പേര് ഒരു ബ്രിഡ്ജിനൊക്കെ ഇടുക എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരുന്നു. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റില്ല, ഗവൺമെൻറ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു. ലോഹിതദാസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കൺസിഡറിങ് യെസ് ആൻഡ് പ്രിസർവിങ് ദിസ്. റിസ്റ്റോറേഷൻ ഇസ് എ ബിഗ് പ്രോഗ്രാം. നമ്മളെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാറ് പറയായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ അങ്ങനെയുള്ള ഈ സിനിമകളുടെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡീൽ റിസ്റ്റോർ ഇറ്റ്. അപ്പോൾ ഇപ്പം അതിൻ്റെ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം പണ്ട് ഫിലിം ബോക്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പുറകിൽ ബോണി, അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. വൺസ് അഗൈൻ. സോറി, തീർച്ചയായിട്ടും അതിലാണ്. ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിജയകുമാറിൻ്റെ പേരിൽ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിരിക്കും. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് നല്ലത് സംഭവിക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയാണ്. പക്ഷെ അവർ കണ്ടത് വേറൊരു ഫോമാറ്റിലാണ്. അതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സേതുമാധവൻ്റെ ദുഃഖത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു സോ മച്ച്.